തിരുവനന്തപുരത്ത് ലോ ബഡ്ജറ്റിൽ വീട് ചോദിക്കുന്ന ഒത്തിരിയധികം പേരാണ് കേട്ടോ. അതായത് ഒരു 40 ലക്ഷം രൂപയ്ക്ക് താഴേക്കൊക്കെ വീടുകളുണ്ടോ എന്ന് ചോദിച്ച് വിളിക്കുന്ന ഒത്തിരിയധികം പേരുണ്ട്. അവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. നല്ല ബഡ്ജറ്റ് റേറ്റിന് നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാൻ സാധിക്കും. ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂടിന് സമീപമാണ്. അതായത് വെഞ്ഞാറമൂട് ജംഗ്ഷനിൽ നിന്ന് ആറ്റിങ്ങൽ പോകുന്ന വഴിയെ നമുക്ക് മുതാക്കൽ പാലം ജംഗ്ഷൻ, മുതാക്കൽ പാലം കഴിഞ്ഞ ഉടൻ തന്നെ വലത്തോട്ട് കാണുന്ന വഴി, അതുവഴി ഏകദേശം ഒരു 750 മീറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്താം. ടോട്ടലായിട്ട് 5 സെൻറ്റിൽ 975 സ്ക്വയർ ഫീറ്റിൽ ഒരു 3 ബെഡ്റൂം വീടാണ്. നമുക്കിതിനകത്തുള്ള ദൃശ്യങ്ങൾ കാണാം. ഈ ഒരു വഴിയിലാണ്, ഈ ഒരു ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്. ശരിക്കും ഈ വഴി ഒന്ന് ജസ്റ്റ് ഒന്ന് മേളിൽ കയറുമ്പോൾ അതുവരേക്കും നമുക്ക് കോൺക്രീറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം കുറച്ച് ദൂരം ഇനി കോൺക്രീറ്റിങ് ആവാനുണ്ട്. പക്ഷേ ഇത് ടെൻഡറായി കിടക്കുവാണ്. ഉടനെ തന്നെ അതിൻ്റെ വർക്ക് ഫിനിഷ് ആവുന്നുണ്ടാവും. എനിക്ക് വേണം നിങ്ങൾ ഈ വീട് വാങ്ങി വീട്ടിൽ താമസത്തിന് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ആ ഒരു കോൺക്രീറ്റിങ്ങിൻ്റെ വർക്ക്, റോഡിൻ്റെ കോൺക്രീറ്റിംഗ് വർക്കും ഫിനിഷ് ആവുന്നുണ്ടാവും. നല്ല വലിയ വണ്ടി വരുന്ന വഴി തന്നെയാണ് കേട്ടോ. അപ്പം നമുക്കിതിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. ഇത് വന്നിട്ട് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ്. താല്പര്യമുള്ളവർ നേരിട്ട് അദ്ദേഹത്തെ വിളിക്കുക. പിന്നെ കഴിയുന്നതും ബ്രോക്കേഴ്സ് വിളിക്കാണ്ടിരിക്കുക. ആ ഒരു കാര്യം വീഡിയോയിൽ പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നു വെച്ചാൽ നേരിട്ട് കസ്റ്റമറുമായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റേറ്റിന് കൊടുക്കാനും സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ മുറ്റം വരുന്നത്. ഫുള്ളായിട്ട് ഇൻ്റർലോക്ക് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട്. ഈ ഒരു വശത്തായിട്ട് നമുക്ക് ഗാർഡനിങ് ഒക്കെ ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചെടി എന്തെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. നമുക്ക് ടോട്ടലായിട്ട് 5 സെൻറ്റ് സ്ഥലമാണ്. ഇനി നിങ്ങൾക്ക് 5 സെൻറ്റ് പോരാ, കുറച്ചുകൂടെ സ്ഥലം വേണം, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പിൻവശത്ത് സ്ഥലം എടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ ഒരു മതിൽ ഇപ്പോൾ ചെയ്യാണ്ടിട്ടിരിക്കുന്നത്. ഈ മതിലിപ്പോൾ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ 5 സെൻറ്റ് അല്ലാണ്ട് നമുക്ക് പിൻവശത്തേക്ക് ഇനി ഒരു 2-3 സെൻറ്റ് കൂടെ വേണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് അതും കൂടെ ചേർത്ത് വാങ്ങാൻ സാധിക്കും. അപ്പോൾ അത് അവരുടെ റിലേറ്റീവ്സിൻ്റെ തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരുമായിട്ട് സംസാരിച്ച് അതും കൂടെ ചേർത്ത് വാങ്ങിയതിന് ശേഷം മതിൽ അവർ തന്നെ കെട്ടിത്തരുന്നുണ്ടാവും കേട്ടോ. ഇനി അതല്ല, ഈ 5 സെൻറ്റ് മതിയെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വെച്ച് തന്നെ മതിൽ കെട്ടിത്തിരിച്ച് നിങ്ങൾ ഈ പണി പൂർണ്ണമായിട്ടും ഫിനിഷ് ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നുണ്ടാവും. പിന്നെ നമുക്ക് ഈ വീടിൻ്റെ സെക്കൻഡ് കോട്ട് പെയിൻറ്റിങ് ആയിട്ടില്ലേ, അങ്ങനെയുള്ളൊരു വർക്ക് കൂടെ ഫിനിഷ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് തരിക. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ സെക്കൻഡ് കോട്ട് പെയിൻറ്റിങ്ങും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീടിൻ്റെ ആ ഒരു തിളക്കമൊക്കെ അറിയാൻ പറ്റും. അപ്പം നമുക്കിനി അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. ചെറിയൊരു വീടാണ്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ 975 സ്ക്വയർ ഫീറ്റ് മാത്രം വരുന്നൊരു വീടാണ്. മുൻവശത്ത് ഈ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് കയറുന്നത്. നമുക്കിവിടെ വേണമെങ്കിലും 2 കസേരയൊക്കെ ഇടാനുള്ള സ്ഥലം നമുക്ക് മുൻവശത്ത് കിട്ടുന്നുണ്ട്. മുൻവശത്തുള്ള ഈ ഒരു കട്ടളയും വാതിലും വന്നിട്ട് പ്ലാവിൻ തടിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ 2 പാളികളിലായിട്ടാണ് തുറക്കുന്നത്. ഇതിൻ്റെ പോളിഷിങ് ഇനിയും ഉണ്ട് കേട്ടോ. അതും കൂടെ ഫിനിഷ് ചെയ്യും. അല്ലാണ്ട് തന്നെ കാണാൻ നല്ല രസമുണ്ടല്ലേ. ശരിക്കും ഇതിങ്ങനെ ഒരു മാറ്റ് ഫിനിഷിൽ നിന്ന് നന്നായിരിക്കുന്നുണ്ട്. കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ലിവിങ് സ്പേസ് ആണ്. ഇവിടെയായിട്ട് നമുക്ക് TV യൂണിറ്റ് എല്ലാം പ്ലേസ് ചെയ്യാവുന്ന രീതിയിൽ അതിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് വലിയൊരു TV തന്നെ സുഖമായിട്ട് വെക്കാം കേട്ടോ. ഇവിടെ നമുക്ക് കുറേ സാധനങ്ങളും കൂടെയൊക്കെ ഇങ്ങനെ അലങ്കാര വസ്തുക്കൾ വെക്കാം എന്നുള്ള രീതിയിൽ പ്രൊവിഷൻ. താഴെ ഒരു ചെറിയൊരു കബോർഡ് അല്ലെങ്കിൽ സ്റ്റോറേജും കൂടെ കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഡൈനിങ് സ്പേസിലേക്കാണ്. വലിയൊരു ഡൈനിങ് സ്പേസ് ആണ് കേട്ടോ. നമുക്കിതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഇതുപോലുള്ള വാഷ് ബേസിനുകളായാലും ക്ലോസറ്റ് ആയാലും എല്ലാം തന്നെ പ്രീമിയം മെറ്റീരിയൽസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് തന്നെ സിംബോളോടേതാണ്. അതുപോലെ വാഷ് ബേസിനും നമുക്ക് ക്ലോസറ്റും ഒക്കെ ജാഗ്വാറിൻ്റെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. ആ രീതിയിൽ നല്ല ബിൽഡിംഗ് മെറ്റീരിയൽസ് തന്നെയാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. കിച്ചൺ വന്നിട്ട് ഇതുപോലെ ഒരു ഓപ്പൺ കൗണ്ടർ കിച്ചണാണ്. നമുക്കിത് ഇവിടെ ഡിസ്പ്ലേ ചെയ്യാമെന്നുള്ള രീതിയിൽ ചെറിയ ഒരു റാക്ക് സൗകര്യം ഇവിടെ ഇങ്ങനെ ഒരുക്കിയിട്ടുണ്ട്. ഈ പാർട്ടീഷനിൽ തന്നെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വേണമെങ്കിൽ വെക്കാം. നമ്മുടെ കിച്ചൺ ഇങ്ങനെയാണ് വരുന്നത്. ഫുള്ളായിട്ട് സ്ലാബ് ചെയ്തതിന് ശേഷം താഴേക്കുള്ള സ്പേസിൽ ഫുള്ളായിട്ട് അടച്ചിട്ടെടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് നമുക്കിത് ഈ ഒരു വർക്ക്, അലുമിനിയം ഫാബ്രിക്കേഷൻ PVC-യിലുമാണ് ഈ ഒരു വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷനുണ്ട്. ഇത് നമ്മൾ നേരത്തെ കാണിച്ച ബാക്ക് യാർഡാണ്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഈ 5 സെൻറ്റ് മതിയെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് നിങ്ങൾക്ക് മതിൽ കെട്ടിത്തരും. അതല്ല ഒരു 2-3 സെൻറ്റ് കൂടെ വാങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് കുറച്ചുകൂടെ സ്പേസ് കിട്ടും കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഒരു ഗാർഡനൊക്കെ ബാക്കിൽ ചെയ്യാം, ഒരു അടുക്കള തോട്ടമൊക്കെ ചെയ്തെടുക്കാം. ഇവിടെ ചുറ്റും നോക്കുകയാണെങ്കിൽ ഒത്തിരി വീടുകളുള്ള നല്ലൊരു ലൊക്കേഷനാണ്. നമുക്ക് ഈ വീടിന് ടോട്ടലായിട്ട് 3 ബെഡ്റൂംസ് ആണുള്ളത്. അതിൽ 1 അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളത്. 2 ബെഡ്റൂംസിന് ഈ രീതിയിലൊരു കോമൺ ബാത്റൂമാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതാണ് നമുക്ക് ഈ വീട്ടിൽ വരുന്ന കോമൺ ബാത്റൂം. ഇതിനകത്ത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇത് കണ്ടോ, ഇത് ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ വാഷ് ബേസിന് വന്നിട്ട് എസ്കോ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് വന്നിട്ട് ജാഗ്വാറിൻ്റെ ഒരു സബ് ബ്രാൻഡാണ്. ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. ഈ രീതിയിൽ ഒരു ബെഡ്റൂം വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് നമുക്ക് 2ാമത്തെ ബെഡ്റൂം വരും.
ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം. അതുപോലെ നമ്മുടെ അകത്തുള്ള വാതിലുകൾ ഇതിൻ്റെ കട്ടളകളെല്ലാം ആഞ്ഞിലിയും തടി വന്നിട്ട് മഹാഗണിയിലുമാണ് ചെയ്തിട്ടുള്ളത്. സ്പേഷ്യസ് ആയിട്ടുള്ള അടുത്തൊരു ബെഡ്റൂമാണ്. ഈ ഒരു ബെഡ്റൂമിൽ നമുക്ക് ഈ ജനലിൻ്റെ അടുത്ത് നോക്കി ഇങ്ങനെ ഇരിക്കാവുന്ന രീതിയിൽ ഒരു സ്പേസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലിങ്ങനെ ഗ്രാനൈറ്റിൻ്റെ പീസൊക്കെ ഇട്ട് നീറ്റാക്കിയിട്ടുണ്ട്. വേണമെങ്കിൽ അവിടെ കിടക്കാം കേട്ടോ, ആ രീതിയിൽ സ്പേസ് ഉണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ചെറിയ ബഡ്ജറ്റിൽ നിങ്ങൾ നോക്കുന്നവർക്ക് പറ്റിയൊരു വീടാണ് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബഡ്ജറ്റ് റേറ്റിൽ, അതായത് 37 ലക്ഷം രൂപയ്ക്ക് ഈ വീട് വാങ്ങിയെടുക്കാൻ സാധിക്കും. നമുക്ക് വെഞ്ഞാറമൂട് ജംഗ്ഷനിൽ നിന്ന് പ്രോപ്പർട്ടിയിലേക്ക് ഏകദേശം 4 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് വെഞ്ഞാറമൂട് ആറ്റിങ്ങൽ റോഡിൽ നിന്ന് 750 മീറ്ററിൽ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. അതുപോലെ ഇവിടെ നിന്ന് നമുക്ക് വെഞ്ഞാറമൂട് ഗോകുലം മെഡിക്കൽ കോളേജ് അതിലേക്ക് പോകാൻ ഇവിടെ നിന്ന് ഏകദേശം ഒരു 3.5 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. പിന്നെ നമുക്ക് ഒത്തിരിയധികം സ്കൂൾസ് ചുറ്റുമുണ്ട്. MGMൻ്റെ ഒരു സ്കൂളുണ്ട്, ഒരു LP സ്കൂളുണ്ട്, പിന്നെ അതുപോലെ ഇളമ്പ ഹയർ സെക്കൻഡറി സ്കൂൾ, അങ്ങനെ സ്കൂൾസ് എല്ലാം നമുക്ക് ചുറ്റുവട്ടത്തായിട്ടൊക്കെ തന്നെയുണ്ട്. താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിക്കോ. ഉദ്ദേശിക്കുന്ന വില 37 ലക്ഷം രൂപ മാത്രമാണ്. പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട്. ആ കാര്യം നിങ്ങൾക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്.